വീടുകളിൽ വെള്ളം കയറിയ തിരുവനന്തപുരം വെട്ടുകാട് ബാലനഗറിൽ നിന്നും അഷിൻ ഡിയാഗോ വിവരങ്ങൾ നൽകും. അഷിൻ, ഇപ്പോൾ വെട്ടുകാട് പ്രദേശത്താണ് അഷിൻ നിൽക്കുന്നത്. എന്താണ് അവിടുത്തെ സ്ഥിതി? ഇപ്പോൾ വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അഷിൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് അവിടുത്തെ സ്ഥിതി? അവിടെ ചുറ്റും വീടുകളാണോ? ഇത് വെട്ടുകാട് ബാലനഗർ പ്രദേശമാണ്. ഇവിടെ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയ ഒരു സ്ഥിതിയാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ നിന്ന് കാണാം. മുട്ടറ്റം വെള്ളം കയറിയ ഒരു സാഹചര്യമാണ്. വീടുകളിലൊക്കെ വെള്ളം കയറിയതോടുകൂടി ഇവിടുത്തെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്. പലരും ജോലിക്ക് പോലും പോകാനാകാതെ വീട്ടിൽ തന്നെയാണ്. കുട്ടികളാകട്ടെ സ്കൂളിൽ പോലും പോകാൻ കഴിയാതെ ഇവിടെയുണ്ട്. ബാക്കിയുള്ളവർ ചിലരൊക്കെ ബന്ധു വീട്ടുകളിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 3-4 ദിവസമായി ഇവിടെ ഈ ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഇത് വെട്ടുകാട് ഭാഗത്ത് മാത്രമല്ല, ഇവിടെ ഈ തുമ്പ ഭാഗങ്ങളിലടക്കം, കടപ്പുറ ഭാഗങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം. ചേട്ടാ, ഈ വെള്ളം നേരത്തെ ഇവിടെ ഇങ്ങനെ കെട്ടാറുണ്ടോ? ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ വെള്ളം കെട്ടുന്നത്? കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജനക്ക് മഴ വെള്ളം കെട്ടിയായിരുന്നു. അതൊരു 2-3 മാസം ഞങ്ങൾ ഇത് അനുഭവിച്ച് തന്നെ കിടന്നു. അന്ന് ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ക്യാമ്പും ഇല്ല, ഒന്നുമില്ല. ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് എല്ലാവരും. വീട്ടിൽ തന്നെയുണ്ട്. ഇപ്പോൾ മോന് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. ഞാനാണ് ഈ വെള്ളത്തിൽ തന്നെയാണ് വന്ന് കിടക്കുന്നത്. ഒരു മുറിവ് വന്നാൽ എലിപ്പനി വരും, അത് വരും എന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ പേടിയിലാണ്. ഈ വെള്ളം അടിക്കുന്നുണ്ട്. നമ്മുടെ ഒരു മാനസികാവസ്ഥ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇത് എന്ത് ചെയ്യണം? ഒരു ഓട വന്നാൽ കൊള്ളാമെന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. കാരണം ഈ ഓട കണക്ട് ചെയ്ത് വേടിയിലോട്ട് പോവുകയാണെങ്കിൽ, അല്ലാതെ ഇനി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് തന്നെ ഈ വീട് ഞാൻ സ്ഥലം വിൽക്കായിട്ടേക്കുന്നതാണ്. ഇതുവരെ എനിക്കിത് വിൽക്കാൻ പോലും പറ്റിയിട്ടില്ല. കാരണം വേണ്ട, അവർ കടലയോ കപ്പലിൻ്റെയോ ആയിട്ടുള്ള കാശ് തരാമെന്നുള്ള കണക്കിനാണ് ഇപ്പോൾ ആൾക്കാർ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പലരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇവിടെ ഒരു ഓട ആവശ്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഈ വെള്ളം പോകുന്നതിന് യാതൊരു സൗകര്യവും ഇവിടെ ഇല്ല. ഏകദേശം 90% വീടുകളും, ഈ ഭാഗത്തുള്ള 90% വീടുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. കിണറിലടക്കം വെള്ളം ഇറങ്ങി കലങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കുടിവെള്ളം പോലും ഇല്ലാത്തൊരു സാഹചര്യം. അമ്മ എങ്ങനെ ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ട് ഭയങ്കര ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു എന്റെ വീട്ടില്. എന്റെ മരുമോൾ അവരപ്പുറത്ത് താമസിക്കില്ല. അവിടെ എന്റെ ഗതി. അവിടെ ഒരു 4 പേരുണ്ട്. കട്ടിലിരിക്കാനോ വെള്ളം തിളപ്പിച്ച് കുടിക്കാനോ ഒന്നിനും പറ്റണില്ല ഞങ്ങൾക്ക് ഒരു കാര്യത്തിനും. ബാത്റൂം ഒന്നാമത്തെ പ്രശ്നം. വെള്ളം പറ്റിയാലേ ബാത്റൂമിൽ ഉപയോഗിക്കാൻ പറ്റും. ഒരു നിവൃത്തിയില്ലാതെ ഞങ്ങൾ ഇവിടെ കിടന്ന് പരിക്കണത് പൊന്നു മക്കളെ. ചേച്ചി, ഇപ്പൊ അമ്മ പറയുന്ന പോലെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാരും വന്നില്ല, ഇവിടെ ആരും തിരിഞ്ഞു നോക്കില്ല ഇതുവരെ. കഴിഞ്ഞ പ്രാവശ്യം ഇവര് കമ്മ്യൂണിസ്റ്റുകാർ വന്ന് അവർ ഒരുപാട് ഉപകാരങ്ങളൊക്കെ അവർ ചെയ്തു. ഇപ്പം ഒരു കോൺഗ്രസ് ജയിച്ചു, ആര് ജയിച്ചിട്ടും ഇവര് ഇപ്പം ഒരാളും വന്ന് തിരിഞ്ഞു നോക്കിയില്ല. അവിടെയൊക്കെ ചെന്ന് നോക്കും. നമ്മൾ എങ്ങോട്ട് പോട്ടെന്ന് എന്റെ കൊച്ചുങ്ങളിതാ കട്ടിന്റെ മണ്ടയിലാണ് ഇരിക്കുന്നത്. എന്തിനു ഒരു നിവൃത്തിയില്ല. ഒന്നാമത്തെ കാര്യം ബാത്റൂമാണ് നമുക്ക് വെച്ചത്. ആഹാരം കഴിച്ചാൽ നമുക്ക് ബാത്റൂമിൽ പോകണം. വെട്ടുകിടക്കാണ് ഓടണത്. ഇവരൊക്കെ സ്മൃതി, നിലവിൽ ഇപ്പോൾ ഈ വെള്ളം ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഒരു ലോറിയിൽ വാട്ടർ ടാങ്കിൽ മോട്ടർ അടക്കം കൊണ്ടുവന്ന് ഇവിടെ നിന്നും ഈ വെള്ളം പമ്പ് ചെയ്ത് മറ്റു സ്ഥലത്തേക്ക് നിക്ഷേപിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നാട്ടുകാരുടെ ആവശ്യം ഇവിടെ ഒരു ഓട എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. കാരണം ഇത് ആദ്യമായല്ല ഇത്തരം സംഭവം ഉണ്ടാകുന്നത്. കൃത്യമായി മഴ പെയ്യുമ്പോഴെല്ലാം ഈ നാട്ടുകാരുടെ ബുദ്ധിമുട്ടാണിത്. കാരണം ഇവർക്ക് ഇത് പല അധികാരികളോടും പറഞ്ഞു മടുത്തതാണെന്നും ഈ നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം വോട്ടെടുപ്പ് സമയമാകുമ്പോൾ മാത്രമാണ് ഇവിടെ ആരെങ്കിലുമൊക്കെ തിരിഞ്ഞു നോക്കുന്നത്. ഇത്രയും നേരമായിട്ടും വാർഡ് കൗൺസിലർ പോലും ഈ ഭാഗത്തേക്ക് വന്നില്ല എന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇവിടെ ഏകദേശം 400-400 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് മുഴുവനായി ഈ 400 കുടുംബങ്ങളിൽ 90% വീടുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പലരും ഇവിടെ നിന്ന് വീട് ബന്ധുവീട്ടിലേക്ക് മാറിയാണ് നിലവിൽ നിൽക്കുന്നത്. പക്ഷേ ആ ഭാഗങ്ങളിലേക്കും വെള്ളം കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും ആ വീടുകളിലേക്ക് തിരിച്ചു മടങ്ങി വരാൻ കഴിയാത്തൊരവസ്ഥ. ഇവിടെ നിന്നും മറ്റുള്ളവർ വാടക വീടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവർക്കും ഇത്തരത്തിൽ വീട് ലഭിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് മാറ്റാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഈ ടാങ്കറിലാണ് വെള്ളം പമ്പ് ചെയ്ത് മാറ്റുന്നത്. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പുറകുവശത്തൊക്കെ വോസിട്ട് വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മഴ മാറി നിൽക്കുന്നു എങ്കിലും ഈ ഒരു വെള്ളം ഇറങ്ങാത്തത് ഇപ്പോഴും ഈ നാട്ടുകാർക്ക് ഒരു ആശങ്കയാണ്. മാത്രമല്ല, ഇനി വരും മണിക്കൂറുകളിൽ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 3 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വെള്ളം ഇനിയും ഉയരും. ഈ ആളുകൾക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. പക്ഷേ അങ്ങനെയെങ്കിൽ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. കാരണം ഈ വീട്ടിലെ കിണറിലടക്കം നേരത്തെ വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ബാലനഗറിൽ നിന്നാണ് അഷിൻ ഡിയാഗോ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ ദുരിതത്തിലാണ് നാട്ടുകാർ അവിടെ.